الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. മനുഷ്യൻ്റെ ജീവിതത്തിലേറെ സ്വപ്നത്തോടുകൂടി സദാസമയങ്ങളിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതീക്ഷയാണ് ഓരോ മനുഷ്യൻ്റെ കൽബിലും ഉള്ളത് അവൻ്റെ മക്കളെ സംബന്ധിച്ചുള്ള വിചാരങ്ങളും ചിന്തകളുമാണ്. അധ്വാനിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണെന്ന് പിതാവ് പറയാറുണ്ട്. വീട്ടിൽ കഷ്ടപ്പെടുന്ന ഉമ്മ പറയാറുണ്ട്, മക്കൾക്ക് വേണ്ടിയാണ് ഈ കഷ്ടതകളൊക്കെ നമ്മൾ സഹിക്കുന്നത് എന്ന് ഉമ്മയും പറയാറുണ്ട്. ദുനിയാവിലെ ജീവിതത്തെ സംബന്ധിച്ച് നമ്മളെ വിലയിരുത്തിക്കൊണ്ട് മക്കളുടെ കാര്യത്തിൽ ആ രൂപത്തിൽ അഭിപ്രായങ്ങൾ പങ്കിടുന്നുണ്ടെങ്കിൽ ആ മക്കൾ നമ്മളുടെ കൈവിട്ടു പോകുന്നതിനെ സംബന്ധിച്ച് സദാ നമ്മൾ പേടിക്കുന്നവരാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മക്കൾ നമ്മുടെ കരങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മുടെ മക്കൾ നമ്മുടേതായി നമ്മുടെ കൂടെ ഉണ്ടാവാനുള്ള പരിഹാരങ്ങൾ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രധാനമായും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, കു അംഫുസക്കും വ അഹ്ലീക്കും നാറ,
ഇത് റബ്ബിൻ്റെ ഒരു ഉപദേശമാണ്. വിശ്വാസികളെ, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷിക്കണം എന്ന റബ്ബ് പറഞ്ഞിട്ട് അവിടെ നിർത്തിയില്ല. അഹ്ലീക്കും, നിങ്ങളുടെ കുടുംബക്കാരെയും അഹ്ലുകാരെയും നിങ്ങളുടെ നരകത്തിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തെ രക്ഷപ്പെടുത്തുന്നതോടൊപ്പം അവരെ നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തണമെന്നാണ്. എന്നിട്ട് ആ നരകത്തിൻ്റെ ഭയാനകത കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞല്ലോ. അതിനെ സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഖൂദുഹന്നാസു വൽ ഹിജാറ, മനുഷ്യനെയും കല്ലിനെയും ഇന്ധനമാക്കി കരിക്കുന്നതാണോ നരകം. അലൈഹ മലായിക്കത്തുൻ ഗിലാലുൻ ഷിദാദ്, അലൈഹ മലായിക്കത്തുൻ, അവിടെ മലക്കുകളാണ് നരകത്തിൻ്റെ കാവൽക്കാർ. ആ മലക്കുകളുടെ പ്രത്യേകത അല്ലാഹു പഠിപ്പിച്ചത് ലാ യഗ്സൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, റബ്ബിൻ്റെ കൽപ്പനകളെ ഒരു സെക്കൻഡ് പോലും തെറ്റിച്ചു കളയാത്ത പരുക്കന്മാരായ മലക്കുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ സംബന്ധിച്ച് നിശ്ചയിച്ചിട്ടുള്ളത്. അവിടെ മലക്കുകളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞ പ്രയോഗം എന്താ? ഒരു ഇളവും നൽകാത്ത, റബ്ബ് എന്ത് കൽപ്പിച്ചുവോ ആ കൽപ്പനകൾക്കപ്പുറത്ത് ഒരു കാരുണ്യമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ക്രൂരതയോ ഒന്നുമില്ല. അല്ലാഹ് എന്താണോ കൽപ്പിച്ചത് അത് നടപ്പിലാക്കുന്നവരാണ് മലക്കുകൾ. അവരിൽ നിന്നൊരു ഇളവും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നർത്ഥം. ലാ യഗ്സൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, അല്ലാഹുവിൻ്റെ കൽപ്പനകളെ തെറ്റിച്ചു കളയാത്ത പരുക്കന്മാരായ, ഏറ്റവും പ്രധാനമായി അലൈഹ മലായിക്കത്തുൻ ഗിലാലുൻ ഷിദാദ് ലാ യഗ്സൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, ഒരിക്കലും അവർ അള്ളാഹിൻ്റെ കൽപ്പന തെറ്റിക്കാത്തവരാണ്. അള്ളാഹ് എന്ത് കൽപ്പിച്ചോ അത് നടപ്പിലാക്കും. എല്ലാ മലക്കുകളും അങ്ങനെയാണ്. നരകത്തിൻ്റെ മലക്കുകളെ സംബന്ധിച്ച് അള്ളാഹു ഇവിടെ പ്രത്യേകം എടുത്തു പഠിപ്പിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ തെറ്റിച്ചു കളയാത്തവരാണവർ. സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ നമ്മൾ വാർത്തെടുക്കുന്നിടത്ത്, മക്കളെ വളർത്തിയെടുക്കുന്നിടത്ത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു മേഖലയാണ് അള്ളാഹ് അവിടെ ഉപദേശിച്ചത്. കു അംഫുസക്കും വഅഹ്ലീക്കും നാറ, നിങ്ങളുടെ ശരീരം നിങ്ങൾ നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണം, നിങ്ങളുടെ കുടുംബത്തെ, പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കളെ നിങ്ങൾ നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണം. മക്കളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ, മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് വാദിച്ചാൽ പോരാ. മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അർത്ഥവും എല്ലാ രൂപത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ചലനങ്ങളും സഹോദരങ്ങളെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ പറഞ്ഞാൽ പോരാ. ആ മക്കളെ വാർത്തെടുക്കുന്നിടത്ത്, അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊരു പരിശോധന നമ്മുടെ മനസ്സിൽ നിരന്തരം നമ്മൾ നടത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് മക്കളെ കരകയറ്റി കൊണ്ടുവരാൻ നമുക്ക് കഴിയുക? ഏതെല്ലാം രൂപത്തിലാണ് മക്കളെ നമ്മൾ കൈപിടിച്ച് കൊണ്ടുവരേണ്ടത്? അതിൻ്റെ ചില രൂപങ്ങളാണ് ഇൻഷാ അല്ലാഹ്. കുറച്ച് കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാം. ഇത് പരിശുദ്ധ ഖുർആനിൻ്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ സഹോദരങ്ങളെ നമ്മൾ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടത്, ഇതിൽ ഞാൻ എവിടെയാണെന്നൊരു സ്വയം പരിശോധന നമ്മൾ നടത്തൽ അനിവാര്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ വെക്കേഷൻ സമയങ്ങൾ തീർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നമ്മൾ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. മക്കളുടെ വിജ്ഞാനത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെയും റസൂലുള്ളാഹിൻ്റെ ഹദീസുകളിലൂടെയും പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെയും മുൻഗാമികളുടെ ചരിത്രങ്ങളിലൂടെയുമൊക്കെ നമുക്ക് കാണാം നമ്മൾ മക്കളെ വാർത്തെടുക്കേണ്ട മര്യാദകൾ പഠിപ്പിച്ചെടുത്ത് ഒന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രക്ഷിതാക്കൾ മാതൃകയുള്ളവരാവുക എന്നതാണ് ഒന്നാമത്തെ പരിഹാരം. നല്ല രക്ഷിതാവുണ്ടെങ്കിൽ, നല്ല മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ നല്ല മക്കൾ ഉണ്ടാകും. നല്ല മക്കൾ വളർന്നു വരണമെങ്കിൽ നല്ല ഉമ്മയും നല്ല വാപ്പയും ഉണ്ടാവണം. മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം, അൽ അബ്നാഉ സിർറു അബീഹി, ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ അവരുടെ മാതാപിതാക്കളുടെ രഹസ്യമാണവർ. മാതാപിതാക്കളുടെ രഹസ്യമാണ് അത്. ആ രഹസ്യമാണ് യഥാർത്ഥത്തിൽ മക്കളെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം. മാതാപിതാക്കളുടെ വീടിൻ്റെ ഉള്ളിലെ ജീവിതം എന്താണോ അതായിരിക്കും യഥാർത്ഥത്തിൽ മക്കൾ അവരുടെ ജീവിതത്തിൽ പകർത്തി കൊണ്ടുവരുന്ന അവരുടെ വിശ്വാസമാവട്ടെ, അമലുകളാവട്ടെ, അവരുടെ സ്വഭാവങ്ങളാവട്ടെ, ഏത് മേഖലകളെടുത്താലും ആ അടയാളങ്ങൾ യഥാർത്ഥത്തിൽ മക്കളിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമല്ല.
അതുകൊണ്ട് മക്കളെ വാർത്തെടുക്കുന്നിടത്ത് മാതാപിതാക്കൾ ആരാവണമെന്ന ഒരു ഗൗരവമായ ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഉമ്മയും വാപ്പയും തെറ്റ് ചെയ്യുന്നുവെങ്കിൽ, മാതാപിതാക്കൾ തിന്മ ചെയ്യുന്നുവെങ്കിൽ മക്കൾ തെറ്റ് ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല, യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ചെറുപ്പം മുതൽ തന്നെ മക്കളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ ഉമ്മ ഒരു റോൾ മോഡലാകാൻ, ഉപ്പ ഒരു റോൾ മോഡലായി മക്കൾക്ക് അനുഭവപ്പെടാൻ കഴിയണം. നന്മയുടെ കാര്യത്തിൽ സുഹൃതങ്ങളിൽ എൻ്റെ വാപ്പയാണ് എനിക്ക് മാതൃക എന്ന് പറയാൻ, സുഹൃതങ്ങളിൽ എൻ്റെ ഉമ്മയാണ് എനിക്ക് മാതൃക എന്ന് പറയാൻ സാധിക്കുമോ എന്ന് സഹോദരങ്ങളെ നമ്മൾ പരിശോധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, പടച്ചോനെ ഞങ്ങളെ നീ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണേ റബ്ബേ. ഇത് പ്രാർത്ഥിച്ചാൽ പോരാ, മുത്തഖിയായി ജീവിക്കണം, മുത്തഖിയായി ജീവിതത്തെ ക്രമീകരിക്കണം. ഇത് പ്രാർത്ഥനകളിൽ മാത്രം പ്രകടമാകാനുള്ളതല്ല, ജീവിച്ചു കാണിച്ചു തരണം. ആദ്യം ജീവിച്ചു കാണിക്കണം മക്കൾക്ക്. സഹോദരങ്ങളെ, മക്കൾ ഹറാമുകൾ ചെയ്യുന്നത്, വാപ്പ ഹറാമ് ചെയ്യുന്നത്, ഉമ്മ ഹറാമ് ചെയ്യുന്നത് മക്കൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഹറാമുകളോട് മക്കൾക്കൊരു പിന്നെ അത്ര ഗൗരവം മക്കൾക്ക് അനുഭവപ്പെടില്ല. അത് വലിയൊരു തെറ്റൊന്നുമല്ല എന്ന് അവരുടെ മനസ്സിൽ എന്ത് ചെയ്യും? അവർ പതിച്ചു വെക്കും. ഏത് തിന്മയാവട്ടെ, ഏത് വേണ്ടാത്തരങ്ങളാവട്ടെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്, മാ മിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടികളും ശുദ്ധ പ്രകൃതിയിലാണ് ജനിച്ചു വീഴുന്നത്. എല്ലാ മക്കളും ജനിച്ചു വീഴുമ്പോൾ ശുദ്ധ പ്രകൃതിയിലാണ്. ഫഅബവാഹു യുഹവ്വിദാനി വയുനസ്സിറാനി ഔ യുനജ്ജിസാൻ, അവൻ്റെ മാതാപിതാക്കളാണ് പിന്നെ അവനെ യഹൂദിയാക്കുന്നതും നസ്രാനിയാക്കുന്നതും അല്ലെങ്കിൽ അവരുടെ ജീവിതം തകിടം മറിയുന്നത് അവരുടെ മാതാപിതാക്കളിലൂടെയാണ്. ജനിച്ചു വീഴുന്ന എല്ലാ കുട്ടിയും ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരുടെ കുഞ്ഞാവട്ടെ, ആ കുഞ്ഞ് ജനിച്ചു വീഴുന്നത് സഹോദരങ്ങളെ ഈ രൂപത്തിലാണ്. മുസ്ലിമായിട്ടാണ് ജനിച്ചു വീഴുന്നത്. പിന്നെ നസ്രാനിയാക്കുന്നതും യഹൂദിയാക്കുന്നതും ആരാ? അവരുടെ രക്ഷിതാക്കളാണ്. ഉമ്മയും വാപ്പയും എങ്ങനെയാണോ അതനുസരിച്ച് മക്കൾ മാറും. ഉമ്മാന്റെയും വാപ്പാന്റെയും സ്വഭാവ ദൂഷ്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിൻ്റെ ചില അംശങ്ങൾ മക്കളിലും പ്രകടമാകും, സ്വാഭാവികമാണ്. അതുകൊണ്ട് ഉമ്മയും വാപ്പയും ഏറ്റവും നല്ല ജീവിതം നയിക്കുന്ന മാതാപിതാക്കളാവുക എന്നതാണ് ഒന്നാമത്തെ പരിഹാരം. മക്കൾ നന്നാവാനുള്ള ഒന്നാമത്തെ പരിഹാരം. ഉമ്മ തെറി പറയുന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ ഉമ്മാന്റെ തെറി കേട്ട് വളർന്ന കുട്ടിയുടെ നാവിൽ തെറി വരും. വാപ്പ അത് പറയുന്നുണ്ടെങ്കിൽ വാപ്പാന്റെ നാവിൽ നിന്ന് കേട്ട് വളരുന്ന മക്കളുടെ നാവുകളിലൂടെ ആ തെറി വാക്കുകൾ പ്രകടമാകും. യാതൊരു തർക്കമല്ല കാര്യത്തിൽ, യാതൊരു തർക്കമല്ല. അതുകൊണ്ട് നമ്മളുടെ ജീവിതം സഹോദരങ്ങളെ പരിശുദ്ധമായ ജീവിതമാക്കണം. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു മാതാവും പിതാവും ഉണ്ടെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന സന്താനങ്ങളെ വാർത്തെടുക്കൽ വലിയ പ്രയാസമുള്ള കാര്യമല്ല. നമ്മുടെ ജീവിതം നമ്മൾ നന്നാക്കലാണ് ഒന്നാമത്തെ പരിഹാരം. രണ്ടാമത്തെ പരിഹാരം സഹോദരങ്ങളെ, മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മക്കൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ദഅവത്തുൽ വാലിദി ലിവലദിഹി, ഒരു പിതാവ് ഒരു മാതാവ് തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ എടുത്ത് പരിശോധിച്ചാൽ കാണാം, മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇവരൊക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ഏറ്റവും പ്രധാനമാണ്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് ദുആ ചെയ്യുന്നത് കാണാം, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബാ, റബ്ബി ഹബ്ലി, അല്ലാഹുവേ എൻ്റെ രക്ഷിതാവേ, ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബാ, എനിക്ക് നീ ഏറ്റവും നല്ല സന്താനത്തെ നൽകണേ അല്ലാഹ്. മക്കൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ മക്കൾ നല്ലവരാകാൻ വേണ്ടി ദുആ ചെയ്യാൻ. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പ്രായമേറെയായിട്ടാണ് സന്താനങ്ങൾ ഉണ്ടാകുന്നത്. മകൻ ജനിച്ചു വീഴുന്നത് എങ്കിൽ
ആ മകന് വേണ്ടി ജീവിതത്തിലുടനീളം അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ട്. റബ്ബി ഹബിലി മില്ലദുൻക ദുർരിയതൻ ത്വയ്യിബാ. നമ്മൾ മക്കളെ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യും. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളെ കിട്ടണം, പക്ഷെ എങ്ങനത്തെ മക്കളാകണം? ദുർരിയതൻ ത്വയ്യിബാ, എൻ്റെ സന്താനം നല്ല സന്താനത്തെ നീ എനിക്ക് നൽകണം എന്നാണ്. അതേ പ്രാർത്ഥന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിലും കാണാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ സ്വാലിഹായ സന്താനത്തെ നീ എനിക്ക് നൽകണേ റബ്ബേ. സ്വാലിഹായ ഒരു സന്താനത്തിന് വേണം. ഇബ്രാഹിം നബിൻ്റെ ചരിത്രം പരിശോധിച്ചാലും പ്രായമേറെയായിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സന്താനം ഉണ്ടാകുന്നത്. ചരിത്രങ്ങൾ നമുക്കറിയാം. ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നതും റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, സ്വാലിഹായ സന്താനത്തിനു വേണ്ടി. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച വിശ്വാസികൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളല്ല പഠിപ്പിച്ചിടത്ത് സൂറത്തുൽ അഹ്ഖാഫിലെ 15-ാമത്തെ വചനത്തിലല്ല പഠിപ്പിക്കുന്നുണ്ട്. ഒരു വിശ്വാസിയുടെ ദുആ എങ്ങനെയായിരിക്കും? റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഔസിഇനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ. റബ്ബേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്ന, നീ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാൻ നീ ഞങ്ങളെ പ്രേരിപ്പിക്കണേ അല്ലാ. നിനക്ക് നന്ദി കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും എൻ്റെ മാതാപിതാക്കളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. എന്നിട്ടൊരു വിശ്വാസി ദുആ ചെയ്യുന്നത് വഅൻ അഅമല സ്വാലിഹൻ തർലാ, നീ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണേ റബ്ബേ. നീ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം. നീ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാക്കി ഞങ്ങളെ നീ മാറ്റണം. എന്നിട്ട് നിർത്തിയില്ല. ഒരു വിശ്വാസി ദുആ ചെയ്യുന്നത് വഅസ്ലിഹ് ലീ ദീ വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി, എൻ്റെ മക്കളെ എനിക്ക് നീ നന്നാക്കി തരണേ റബ്ബേ. എൻ്റെ മക്കൾക്ക് നല്ല സ്വഭാവം നൽകണേ പടച്ചോനെ. എൻ്റെ മക്കൾക്ക് നീ സുഹൃതങ്ങളിലേക്ക് വഴി കാണിക്കണേ റബ്ബേ. എൻ്റെ മക്കൾക്ക് ഏറ്റവും നല്ല നല്ല മക്കളാക്കി എൻ്റെ മക്കളെ നീ എനിക്ക് തരണേ റബ്ബേ. പ്രാർത്ഥിക്കലുണ്ടോ സഹോദരങ്ങളെ? ഒരു വക്തിലെങ്കിലും അള്ളാഹുവിനോട് കരളുരുകി ദുആ ചെയ്യുന്നൊരു ദുആ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ടോ? നമ്മൾ പരിശോധിക്കണം. പരിശുദ്ധ ഖുർആൻ ഇനിയും പഠിപ്പിക്കുന്നത് കാണാം. ഒരു വിശ്വാസി പ്രാർത്ഥിക്കേണ്ടത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ, എന്നെയും എൻ്റെ ഇണകളെയും എൻ്റെ ഇണയെയും എൻ്റെ സന്താനത്തെയും എൻ്റെ സന്താനങ്ങളെയും ഖുർറത അഅ്യുൻ, എൻ്റെ സന്താനങ്ങളെയും എൻ്റെ ഇണയെയും ഖുർറത അഅ്യുൻ, എനിക്ക് അവരിൽ നിന്ന് കൺകുളിർമ നൽകണേ അല്ലാ. ഭാര്യയിൽ നിന്ന് കൺകുളിർമ, ഭർത്താവിൽ നിന്ന് കൺകുളിർമ, മക്കളിൽ നിന്ന് കൺകുളിർമ. കണ്ണിന് ആനന്ദം നൽകുന്ന ഒരു ജീവിതം എൻ്റെ മക്കൾ നയിക്കുന്നത് എനിക്ക് കാണണം പടച്ചോനെ എന്ന് മനസ്സറിഞ്ഞ് ദുആ ചെയ്യുന്ന ആളുകളാണോ സഹോദരങ്ങളെ? എന്നിട്ട് പറഞ്ഞത് വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, മുത്തഖീങ്ങൾക്ക് ഞങ്ങളെ നീ ഇമാമാക്കണേ റബ്ബേ. എൻ്റെ മക്കൾ നാട്ടിലെ മുത്തഖീങ്ങൾക്ക് ഇമാമാകണം. എൻ്റെ ഭാര്യ നാട്ടിലെ മുത്തഖീങ്ങളായി ജീവിക്കുന്ന സ്ത്രീകൾക്ക്, അതേ തെഖ്വയുള്ള സ്ത്രീകൾക്ക് മാതൃകയായി എൻ്റെ ഭാര്യ മാറണം, എൻ്റെ ഭർത്താവ് മാറണം റബ്ബേ. നാട്ടിലെ മുത്തഖീങ്ങൾക്ക് ഇമാമായ ഒരു ഭർത്താവിനെ, അങ്ങനെയുള്ള ഭർത്താവാക്കി എൻ്റെ ഭർത്താവിനെ മാറ്റണേ. ഇണകളെ മാറ്റാൻ വേണ്ടി ദുആ ചെയ്യുക, സന്താനങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക, മക്കൾ നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ശൈലി നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മൾ പരിശോധിക്കണം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. സഹോദരങ്ങൾ, അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തെ നന്നായി നമ്മളൊന്ന് വിലയിരുത്തുക. ഇന്ന് ലഹരിയുടെയും തോന്നിവാസത്തിൻ്റെയും ലോകത്ത് മക്കൾ വിഹരിക്കുന്നുവെങ്കിൽ, അവർ പിന്നെ ആ രൂപത്തിൽ തിന്മകളുടെ ആഴങ്ങളിലേക്ക് പതിക്കുന്നുവെങ്കിൽ, സഹോദരങ്ങൾ, അതിൻ്റെ മൂല കാരണം നമ്മുടെ പ്രാർത്ഥന റബ്ബിലേക്ക് ഉയരുന്നില്ല എന്നതാണ്. പലപ്പോഴും മക്കൾക്കെതിരെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളാണ് ഇന്ന് കൂടുതൽ. മക്കൾക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ശരി.
മക്കൾക്ക് വേണ്ടി, അവരുടെ ഖൈറിനു വേണ്ടി, ആഖിറത്തെ രക്ഷയ്ക്കു വേണ്ടി മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന രക്ഷിതാക്കൾ ഇന്ന് കുറവാണ്. പ്രാർത്ഥന കുറവാണ്. ഒന്നുകിൽ പ്രാർത്ഥിക്കാത്തവരാണ്, അല്ലെങ്കിൽ മക്കൾക്കെതിരെ ദുആ ചെയ്യുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ദഅവത്തുൽ വാലിദി, നോക്കൂ, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്നാണ്. മാതാപിതാക്കൾ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. മക്കൾക്കെതിരെയല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, എതിരെയല്ല നിങ്ങൾ ദുആ ചെയ്യേണ്ടത്. മക്കളെ ശപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഒരിക്കലും ഒരു തമാശക്ക് പോലും സഹോദരങ്ങളെ മാതാപിതാക്കൾ മക്കളെ ശപിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുതെന്നാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഇവിടെ നമ്മളെവിടെയാണ് നമ്മൾ പരിശോധിക്കണം, നമ്മളെവിടെയാണ് എന്ന് നമ്മൾ പരിശോധിക്കണം. തീർന്നില്ല. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അതേപോലെ തന്നെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയൊക്കെ പ്രാർത്ഥന കേട്ടല്ലോ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തുടർന്ന് ദുആ ചെയ്യുന്നത് കാണാം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വജുനുബ്നി വബനിയ അൻ അബ്ദുൽ അസ്നാം. അല്ലാഹുവേ, എൻ്റെ സന്താനങ്ങളെ, എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് നീ തടയണേ റബ്ബേ. വിഗ്രഹാരാധകരുടെ കൂട്ടത്തിൽ നിന്ന്, ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് എൻ്റെ മക്കളെ നീ തടുക്കണേ റബ്ബേ. എന്നെയും നീ അതിൽ നിന്ന് തടയണം. ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നൊരവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഉണ്ടാക്കി തരല്ലേ പടച്ചോനേന്ന് അള്ളാഹിനോട് മുവഹിദായി ജീവിക്കാൻ വേണ്ടി, മക്കൾ ആ രൂപത്തിൽ വിഗ്രഹാരാധനകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, മക്കൾ രക്ഷപ്പെടാനും സ്വന്തം ശരീരത്തിനു വേണ്ടിയും സക്കരിയ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. നിർത്തിയില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. റബ്ബി ജഅൽനി മുഖീമസ്സലാഹ് വമിൻ ദുർരിയതി. റബ്ബി ജഅൽനി, റബ്ബേ നീ ഞങ്ങളെ ആക്കണേ റബ്ബേ, മുഖീമസ്സലാഹ്, നമസ്കാരം നിലനിർത്തുന്നവരാക്കണേ. വമിൻ ദുർരിയതി, എൻ്റെ മക്കളെയും നീ ആ രൂപത്തിലാക്കണം. നിസ്കരിക്കുന്ന മക്കളാക്കി, നിസ്കരിക്കുന്ന കുടുംബമായി എൻ്റെ കുടുംബം മാറണം. അതിന് റബ്ബേ നീ ഞങ്ങളെ സഹായിക്കണം എന്നാണ്. നിസ്കാരത്തിൽ നിന്ന് അകന്നു പോകുന്ന മക്കളായി എൻ്റെ മക്കളെ നീ മാറ്റരുതെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. റബ്ബനാ തഖബ്ബൽ ദുആ. എന്നിട്ട് നിർത്തിയില്ല. അദ്ദേഹം പറഞ്ഞു, റബ്ബനാ തഖബ്ബൽ ദുആ, പടച്ചോനെ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കുകയും ചെയ്യണേ. സഹോദരങ്ങളെ, ജീവിതത്തിൽ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നവരാണ് എന്ന് നാവുകൊണ്ട് പറയുന്നു. മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് നമ്മുടെ നാവുകൊണ്ട് പറയുന്നു. മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെടുന്നതെന്ന് നമ്മുടെ നാവുകൊണ്ട് പറയുന്നു. പക്ഷേ മക്കളുടെ ഖൈറിന് വേണ്ടി കൽബിൽ നിന്ന്, ആഴങ്ങളിൽ നിന്ന്, ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് പ്രാർത്ഥന ഉയരുന്ന നല്ല അവസ്ഥകൾ ഉണ്ടാവാറുണ്ടോ? പരിശോധിക്കണം. ഒന്നാമതായി നല്ല മാതൃകയുള്ള രക്ഷിതാവാകുക. 2, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളായി മാറുക. 3-മത്തത് നല്ല തർബിയത്ത് മക്കൾക്ക് നൽകാൻ കഴിയണമെന്നാണ്. നല്ല തർബിയത്ത്, മക്കൾക്ക് ഏറ്റവും നല്ല നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊടുത്ത് മക്കളെ വളർത്തിയെടുക്കുന്ന നല്ലൊരു രക്ഷിതാവ്. നല്ലൊരു രക്ഷിതാവിൻ്റെ സ്ഥാനം പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. സൂറത്തു ത്വാഹയിൽ 132-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നത് കാണാം. വഉമർ അഹ്ലക ബിസ്സലാ, നീ നിന്റെ കുടുംബത്തോട് നമസ്കരിക്കാൻ കൽപ്പിക്കണേ. നന്മ കൽപ്പിക്കുക, നമസ്കാരം നിസ്കരിക്കണം എന്ന് കൽപ്പിക്കുക. അവിടെ പിന്നെ നീ ക്ഷമ കൈവരിക്കണം എന്നാണ്. വസ്തബിർ അലൈഹാ, നിന്റെ ക്ഷമയോടുകൂടി, ക്ഷമ നീ കൈവരിച്ചുകൊണ്ട് ക്ഷമയോടെ നിന്റെ ദൗത്യം നീ നിർവഹിക്കണം എന്നാ. പറഞ്ഞേക്കിന് മക്കളുണ്ട് ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷ ഒന്നും വേണ്ട. അവിടെ നീ ക്ഷമിക്കുക, ക്ഷമയോടുകൂടി നീ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക, ക്ഷമയോടുകൂടി നിന്റെ ദൗത്യം നീ നിർവഹിച്ചു കൊണ്ടിരിക്കുക. ഇസ്ലാമിക ചരിത്രത്തിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശങ്ങളുണ്ട്. ഏറ്റവും അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുത്ത്, റബ്ബിനെ ഉപദേശിച്ചുകൊണ്ട് ഏറ്റവും നല്ല സന്താനങ്ങളാക്കി നമ്മുടെ സന്താനങ്ങൾ മാറാൻ വേണ്ടി മക്കൾക്ക് നൽകുന്ന ഉപദേശം. ഇസ്ലാമിക ചരിത്രത്തിൽ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉപദേശം. അള്ളാഹിനെ പരിചയപ്പെടുത്തുന്നു, നന്മയുള്ള ജീവിതം നയിക്കണമെന്ന് മക്കളെ ഉപദേശിക്കുന്നു. നല്ല തർബിയത്ത് കൊടുത്ത്, നല്ല അവസരങ്ങൾ അവരുടെ മുന്നിൽ ഉപദേശിച്ച് മക്കൾക്ക് ഏറ്റവും നല്ല വഴി കാണിക്കുന്ന ഒരു രക്ഷിതാവായി മാറാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണമെന്നാണ്.
അതുപോലെ തന്നെ നാലാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നല്ല ഇൽമിലേക്ക് മക്കളെ കൊണ്ടുവരാൻ, അറിവ് പകരുന്ന ദീനിയായ മതപരമായ അറിവുകൾ മക്കൾക്ക് കൈമാറലാണ് നാലാമത്തെ വിഷയം. ഏറ്റവും പ്രധാനം അറിവ് ലഭിക്കുന്ന നല്ല അവസരങ്ങൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. നല്ല ഒരു ദീനിയായി നല്ലൊരു ദീനിൻ്റെ ക്ലാസ് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, നല്ലൊരു വിജ്ഞാനമുള്ളൊരു സദസ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടുന്ന് മക്കളെ അതിനൊന്നും പോണ്ടെന്ന് പറഞ്ഞ് തടയലല്ല, മറിച്ച് അങ്ങോട്ട് വിളിച്ചു കൊണ്ടുപോകലാണ്. ദീന് പഠിക്കാൻ വേണ്ടി മക്കൾക്ക് ഏറ്റവും അർഹതപ്പെട്ട, ഒരു പക്ഷേ അവർ നമ്മളിൽ നിന്ന് വിട്ടുനിന്നാലും ശരി, ഏറ്റവും നല്ല ദീന് കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുപോയി ആക്കണം പറ്റുമെങ്കിൽ. അതല്ല നമ്മളൊരു കുടുംബസമേതം പോയി നിന്ന് മക്കൾക്ക് ദീനിയായ വിജ്ഞാനങ്ങൾ കിട്ടുന്ന കേന്ദ്രങ്ങളാണെങ്കിൽ അവിടെ നമ്മുടെ മക്കളുണ്ടാവണം. തർബിയത്തും തസ്കിയത്തും മക്കൾക്ക് കൊടുക്കുന്നതോടൊപ്പം, മക്കൾക്ക് വേണ്ടി മാതൃകയുള്ള മാതാപിതാക്കളാകുന്നതോടൊപ്പം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം മക്കൾക്ക് ഏറ്റവും നല്ല ദർസുകൾ കൈമാറാൻ കഴിയുക എന്നുള്ളതാണ്. ഏറ്റവും നല്ല ദർസ് മക്കൾക്ക് കൈമാറണം. മൻഹജ് അനുസരിച്ചുകൊണ്ട് മക്കൾക്ക് വിജ്ഞാനങ്ങൾ പകർന്നു കൊടുക്കാൻ കഴിയുക. ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ നാട്ടിൽ നടക്കുന്ന CRE ക്ലാസ്സുകൾക്ക് പോലും പറഞ്ഞുവിടാൻ മനസ്സ് കാണിക്കാത്ത നമുക്ക് സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുമ്പോൾ എങ്ങനെ അള്ളാൻ്റെ സഹായം കിട്ടും? എങ്ങനെ കിട്ടും? ചില ആളുകൾ മക്കളെ വിടൂല, ദൂരേക്ക് വിടൂല. പ്രശ്നമൊന്നുമില്ല, നമുക്കും കൂടെ പോയി അവർക്ക് ആ വിജ്ഞാനം കിട്ടാൻ വേണ്ടി സമ്പത്ത് ചെലവഴിച്ചാൽ കൂലിയാണ്. മതപരമായ അറിവിലേക്ക് മക്കളെ കൈപിടിച്ചുയർത്താൻ വേണ്ടി നമ്മളവിടെ ത്യാഗങ്ങൾ സഹിച്ചാൽ നാളെ നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ സ്വർഗത്തിലുണ്ടാകും. പരിശുദ്ധ ഖുർആൻ അതാണ് പഠിപ്പിച്ചത്. വല്ലദീന ആമനൂ വതത്തബഅതുഹും ദുർരിയതുഹും. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, വിശ്വസിക്കുകയും ഈമാനിൽ മാതാപിതാക്കളുടെ കൂടെ മക്കളും ഒരുമിച്ച് സഞ്ചരിക്കുകയും ചെയ്താൽ അള്ളാഹു അവരെയും സ്വർഗത്തിൽ, ആ മാതാപിതാക്കളെയും മക്കളെയും അല്ലാഹു ഒരുമിപ്പിക്കുന്നതാണ്. നമ്മുടെ കുട്ടികൾ നമ്മളെ കൂടെ സ്വർഗത്തിൽ ഉണ്ടാവുന്ന റസൂൽ പറഞ്ഞത്, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. വിശ്വാസരംഗത്ത് നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, അമലുകളുടെ കാര്യത്തിൽ നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ഇൽമിന്റെ കാര്യത്തിൽ നമ്മുടെ മക്കൾ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, നല്ല ഒരു ജീവിത പശ്ചാത്തലത്തിൽ നമ്മുടെ വീടിനെ നമ്മൾ വാർത്തെടുക്കുന്നുവെങ്കിൽ അവർ നമ്മുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിക്കുന്നതാണ്. സ്വർഗത്തിൽ നമ്മളെ മക്കളെ കൂടെ നമുക്ക് ഒരുമിക്കാൻ കഴിയണമെങ്കിൽ ഇവിടെ നമ്മൾ ജീവിക്കുക ഒരു 60 70 വയസ്സ് വരെ അല്ലേ? അത് കഴിഞ്ഞാൽ എന്തായാലും മരിക്കണമല്ലോ സഹോദരങ്ങളെ, എന്തായാലും മരിക്കണമല്ലോ. മരിച്ചു പോകുമ്പോൾ, ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ സഹോദരങ്ങളെ, വിലപിക്കുന്നവരും സങ്കടപ്പെടുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ ബന്ധങ്ങളൊക്കെ അവിടെ മുറിയാണ്, ബന്ധങ്ങളൊക്കെ മുറിയാണ്. പക്ഷെ ആ ബന്ധങ്ങൾ അള്ളാഹു തിരിച്ചു തരും. എപ്പോൾ? നാളെ സ്വർഗത്തിലെത്തിയാൽ എൻ്റെ കുട്ടികളുടെ കൂടെ എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണം എന്നുള്ള നല്ലൊരു മനസ്സ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഏറ്റവും നല്ല വിജ്ഞാനങ്ങൾ മക്കൾക്ക് പകർന്നു കൊടുക്കുക. ഏറ്റവും നല്ല അവസരം, നമ്മുടെ മക്കൾക്ക് നല്ല ക്ലാസ്സുകൾ കിട്ടുന്ന അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അവസരങ്ങളെ നമ്മൾ പാഴാക്കി കളയാതെ നമ്മളത് കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് സഹോദരങ്ങളെ മുന്നോട്ട് ചലിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇനി നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും നമുക്ക് പഠിപ്പിച്ചു തന്ന ഏറ്റവും മഹത്തരമായ ഒരു ജീവിത ശൈലി അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, പിന്നെ നിങ്ങളുടെ ഭരണകർത്താവ് എന്ന നിലയ്ക്ക് ഒരു പിതാവ്, ഒരു മാതാവ്, ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്നുകൊണ്ട് തൻ്റെ ദൗത്യം നിർവഹിക്കുന്നിടത്ത് ഒരിക്കലും പുറകോട്ട് ചലിക്കാതെ പ്രവർത്തിക്കുക. റസൂലുള്ളാഹി പറഞ്ഞു, കുല്ലുക്കും റാഇൻ, എല്ലാവരും ഭരണകർത്താക്കളാണ്. എൻ്റെ മക്കളുടെ ഭരണാധികാരിയാണ് ഞാൻ, എൻ്റെ മക്കളുടെ രാജാവാണ് ഞാൻ. എൻ്റെ മക്കളിൽ ഒരു തിന്മ കണ്ടാൽ ആ തിന്മയെ ഞാൻ കൈകൊണ്ട് തടുക്കണം. മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദി. മൻ റആ മിൻകും മുൻകറാ, ഒരു തെറ്റു കണ്ടാൽ ആ തെറ്റിനെ ഫൽയുഗയ്യിറുഹു ബിയദി, നീ നിന്റെ കൈകൊണ്ട് തടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. കൈകൊണ്ട് തടുക്കാൻ പറ്റിയ മേഖല ഒന്ന് പ്രധാനമായും നമ്മുടെ വീട്ടിലാണ്. നമ്മുടെ വീട്ടിൽ ഒരു തിന്മ കണ്ടാൽ നമ്മുടെ എല്ലാവിധ അധികാരങ്ങളും ഉപയോഗിച്ച്
കർശനമായ നിലക്ക് നമ്മുടെ മക്കളോട് നമുക്ക് എന്ത് ചെയ്യാം? ആ തിന്മക്കെതിരെ സംസാരിക്കാം. നമ്മളെ ഭരിക്കുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറിയാൽ സഹോദരങ്ങളെ ജീവിതം തകർന്നു പോകും. എല്ലാ മേഖലയിലും മാതാപിതാക്കൾ മക്കളെ ഭരിക്കുന്നവരാകണം. ഇന്ന് നേരെ തിരിഞ്ഞുകൊണ്ടിരിക്കാൻ പേടിയാണ് മക്കളെക്കുറിച്ച്. ഉമ്മാക്ക് മോനെ പേടി, ഉപ്പാക്ക് മോനെ പേടി. എന്തിനാ പേടിക്കണത്? വീട്ടിലെ രാജാവ് വാപ്പയാണ്, വീട്ടിലെ ഭരണാധികാരി വാപ്പയാണ്. ആ സ്ഥാനത്തു നിന്നുകൊണ്ട് മക്കൾക്ക് കൊടുക്കേണ്ട ഉപദേശങ്ങൾ കൊടുത്ത്, മക്കൾക്ക് കർശനമായി നിർദ്ദേശങ്ങൾ നൽകേണ്ട ആ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകി, അവർക്ക് നൽകേണ്ട താക്കീതുകൾ നൽകി, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, മക്കൾക്ക് മാതൃകയുള്ള വാപ്പയായി മാറി, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നിടത്ത് ഏറ്റവും പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ടത്, എൻ്റെ റബ്ബിൻ്റെ കോടതിയിൽ എൻ്റെ റബ്ബെന്നോട് ചോദിക്കും എൻ്റെ മകനെക്കുറിച്ച്, എൻ്റെ മകളെക്കുറിച്ച്, എൻ്റെ മക്കളെ ഞാൻ എങ്ങനെ വളർത്തി എന്ന് അള്ളാഹു എന്നോട് ചോദിക്കുമ്പോൾ എനിക്കുത്തരം പറയാൻ കഴിയണം. മക്കളെക്കുറിച്ച് അള്ളാഹു ചോദിക്കും. അമാനത്താണ് നമ്മുടെ സന്താനങ്ങൾ, അമാനത്താണ്. ആ അമാനത്ത് കൃത്യമായി കാത്തു സൂക്ഷിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം എന്നർത്ഥം. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യം നോക്കൂ നിങ്ങൾ. ആറാമതായി, നല്ലത് പ്രവർത്തിക്കുന്നവരുടെ സംഘത്തിൽ നമ്മുടെ മക്കളെ നമ്മൾ കൂടി ചേർത്തവരെ നിർത്തി കൊടുക്കണം. നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന, നാട്ടിൽ ദഅ്വാ രംഗത്തൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടീമുണ്ടെങ്കിൽ അത്തരം കൂട്ടുകെട്ടുകളിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ കൈപിടിച്ച് കയറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പരിഹാരത്തിൻ്റെ വഴി. മക്കൾ നന്നാവുള്ള വഴി അതാണ്. ഖുർആൻ പറഞ്ഞല്ലോ, കൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരുടെ കൂടെ കണ്ണിചേരണം എന്നാണ്. ഹക്കിൻ്റെ കൂടെ നിങ്ങൾ കണ്ണിചേരണം. ഖുർആനും സുന്നത്തും സലഫുകളുടെ മൻഹജ് അനുസരിച്ച് മുന്നോട്ട് ചലിക്കുന്നൊരു സംഘം നാട്ടിലുണ്ടെങ്കിൽ ആ സംഘത്തിൻ്റെ കൂടെ നമ്മുടെ മക്കളുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചാൽ മതി. മക്കൾ വഴിതെറ്റൂല. അതുകൊണ്ട് ഏറ്റവും നല്ല അവസരമാണ് കൂനൂ മഅസ്സാദിഖീൻ, സത്യവാന്മാരുടെ കൂടെ നമ്മുടെ മക്കൾ നമ്മളും അണിചേർന്ന് നിൽക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഏറ്റവും നല്ല കൂട്ടുകാരനെ കിട്ടിയാൽ നമ്മുടെ മക്കൾ നന്നാവും. നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട് എന്താന്ന് വാപ്പാക്കറിയണം, ഉമ്മാക്കറിയണം. നല്ല കൂട്ടുകെട്ട് റസൂലുള്ളാഹി പറഞ്ഞത് അത്തർ വിൽപ്പനക്കാരനെ പോലെയാണ്. അത്തർ വിൽപ്പനക്കാരനെ ഒന്നുകിൽ അവൻ്റെ അടുത്ത് പോയി നിന്ന് ഒരു അത്തർ തേച്ച് തരും ഫ്രീ ആയിട്ട്, അല്ലേ? അതല്ലെങ്കിൽ അത് പണം കൊടുത്ത് വാങ്ങാൻ പറ്റും. ഒരു അത്തർ വിൽപ്പനക്കാരൻ ഈ ഒന്നുമില്ലെങ്കിൽ അവൻ്റെ അടുത്ത് പോയി നിന്നാൽ പോലും സുഗന്ധമാണ് എന്നതുപോലെയാണ് ഒരു ഉപമ റസൂലുള്ളാഹി പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുപോലെയാണ് നല്ല കൂട്ടുകാരൻ. നോക്കൂ നിങ്ങൾ, ചീത്ത കൂട്ടുകാരനെ കുറിച്ച് പറഞ്ഞത് ഇരുമ്പ് ആലയിലും അതേപോലെ തന്നെ ഇരുമ്പിനെ ഉരുക്കുന്ന പ്രദേശങ്ങളിലും ചെന്ന് നിന്നാൽ പരിക്ക് പറ്റും, പൊള്ളലുണ്ടാവും. ഡ്രസ്സ് അതേപോലെയുള്ള നമ്മുടെ ശരീരത്തിലൊക്കെ പൊള്ളലേൽക്കും. കാരണം തീയും ദുർഗന്ധങ്ങളുള്ള പ്രദേശങ്ങളാണ്. അതൊരു ചീത്ത കൂട്ടുകെട്ടിനെ റസൂലുള്ളാഹി ഉപമിച്ചത് അങ്ങനെയാണ്. ഒരു നല്ല കൂട്ടുകെട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഏറ്റവും നിസ്സാരമായ കാര്യമല്ല. ഒരു നല്ല കൂട്ടുകെട്ടിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ ചേർത്ത് വെക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അർറജുലു അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ ദീനിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ ദീനിലാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ ദീന് നമ്മുടെ കൂട്ടുകാരൻ്റെ ദീനിലാകും. അതുകൊണ്ട് കൂട്ടുകാരൻ ആരാണെന്ന് ഗൗരവമായി പരിശോധിക്കണം. കഞ്ചാവിനും തോന്നിവാസങ്ങൾക്കും വൃത്തികേടുകൾക്കും ലഹരികൾക്കും എല്ലാവിധ മ്ലേച്ഛ പ്രവർത്തനങ്ങൾക്കും കൂട്ടുനിന്ന് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുടെ കൂടെയാണ് നമ്മുടെ മക്കളെങ്കിൽ ആ മക്കളെ രക്ഷപ്പെടുത്തേണ്ട സമയം അധികരിച്ചിരിക്കുന്നു എന്ന് സഹോദരങ്ങളെ നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് നല്ല കൂട്ടുകെട്ടിനുണ്ടാക്കി കൊടുക്കുക, അതേപോലെ തന്നെ നല്ല ഒരു സംഘത്തിൻ്റെ കൂടെ നമ്മുടെ മക്കളെ ചേർത്ത് കൊടുക്കുക, അതുപോലെ തന്നെ നല്ല അറിവ് നമ്മുടെ മക്കൾക്ക് സമ്മാനിക്കുക, അതുപോലെ തന്നെ നല്ല തർബിയത്തും തസ്കിയത്തും മക്കൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുക, അതുപോലെ തന്നെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി മാറുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മക്കൾക്ക് വേണ്ടി മക്കളുടെ കാര്യത്തിൽ മക്കൾക്ക് മാതൃകയുള്ള ഒരു രക്ഷിതാവായി, ഉമ്മയായി, വാപ്പയായി മാറുക എന്നതാണ് പരിഹാരത്തിൻ്റെ മാർഗങ്ങളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും നമ്മളെ പഠിപ്പിച്ചത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും മക്കൾ നന്നാവാനുള്ള മാർഗങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചു തന്നിടത്ത് ഏറ്റവും പ്രധാനമാണ് മക്കൾ നമസ്കരിക്കുന്ന മക്കളാവുക എന്നുള്ളതാണ്. ഏറ്റവും ഗൗരവമായി ഒരു പരിഹാരത്തിൻ്റെ വഴിയായി അള്ളാഹ് പഠിപ്പിച്ചത് നിസ്കരിക്കുന്ന മകൻ, നിസ്കരിക്കുന്ന മകൾ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പേരക്കുട്ടികളോടും തൻ്റെ മക്കളോടും സ്വഹാബത്തിനോടൊക്കെ റസൂലുള്ള ചോദിച്ചിരുന്ന ചോദ്യം, നിസ്കരിച്ചിരുന്നോ? നിന്നെ നിസ്കരിച്ചോ? രാത്രി ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയുടെ അടുക്കലേക്ക് വന്നാൽ മുൻഗാമികൾ ചോദിക്കും, നിസ്കരിച്ചിരുന്നോ? നിസ്കരിച്ചിട്ടാണോ കിടന്നത്? നമ്മുടെ മക്കളോട് നമ്മൾ ചോദിക്കലുണ്ടോ സഹോദരങ്ങളെ? ചോദിക്കാറുണ്ട്. അവളെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ട വിഷയമാണ്. എല്ലാ കാര്യത്തെക്കുറിച്ചും മക്കളോട് അന്വേഷിക്കും. മക്കളെ നിസ്കാരത്തിൻ്റെ കാര്യം നമ്മൾ ചോദിക്കണില്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിസ്കാരത്തിൻ്റെ കാര്യം പ്രത്യേകം പറഞ്ഞത്? നമസ്കാരം ഒരാളിൽ നിലനിർത്തി പോരുന്നുണ്ടെങ്കിൽ ഒരുപാട് ദൂഷ്യങ്ങളിൽ നിന്ന് ആ മനുഷ്യൻ രക്ഷപ്പെടും. ഖുർആൻ പഠിപ്പിച്ചല്ലോ, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഇന്ന സ്വലാത്ത്, തീർച്ചയായും നമസ്കാരം, തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ നീചവൃത്തികളിൽ നിന്നും എല്ലാ തോന്നിവാസങ്ങളിൽ നിന്നും മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന ഏറ്റവും വലിയ പരിചയാണ്, ഏറ്റവും നല്ല മാർഗമാണ് നമസ്കാരം. അതുകൊണ്ട് നിസ്കാരമുണ്ടോ സഹോദരങ്ങളെ, ഒരുപാട് ദുഷിച്ച ചിന്തകളിൽ നിന്നും ദുഷിച്ച പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മക്കൾ എന്ത് ചെയ്യും? രക്ഷപ്പെടും. വാപ്പ നിസ്കരിക്കുന്ന വാപ്പയാകണം, ഉമ്മ നിസ്കരിക്കുന്ന ഉമ്മയാകണം. ആ ഉമ്മ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ, വാപ്പ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ മക്കളും ആ ശൈലി ഇങ്ങനെ തുടർന്നു പോരും. വാപ്പ ജമാഅത്തിന് പള്ളിയിലേക്ക് പോകുന്നത് വീട്ടിലെ മോന് കാണണം. ഉപ്പാന്റെ കൈ പിടിച്ച് പള്ളിയിലേക്ക് പോരാൻ, ജമാഅത്തിനെത്താൻ, സുബഹിക്ക് എഴുന്നേൽക്കാൻ മക്കൾ ആഗ്രഹിക്കണം. ആ രൂപത്തിലുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുത്ത് നമ്മുടെ വീട് സഹോദരങ്ങളെ ഒരു ഇസ്ലാമിൻ്റെ അന്തരീക്ഷത്തിൽ വളരുന്ന നല്ലൊരു വീടാക്കി നമ്മുടെ വീടിനെ നമ്മൾ മാറ്റുക. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക സഹോദരങ്ങളെ. ഏറ്റവും നല്ല അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. രക്ഷിതാക്കളെന്ന നിലക്ക് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾക്ക് കൂടുതൽ ശ്രദ്ധയുണ്ട് എന്ന് ഗൗരവമായി നമ്മൾ ആലോചിക്കുന്നതോടൊപ്പം മക്കൾക്ക് വിജ്ഞാനം ലഭിക്കുന്ന ഏറ്റവും നല്ല തർബിയത്തും തസ്കിയത്തും ലഭിക്കുന്ന ഒരു നല്ല വേദിയാണ് ഇൻഷാ അള്ളാഹ് 11-ാം തീയതി പെരിന്തൽമണ്ണയിൽ ഒരുങ്ങുന്നത്. നമ്മുടെ മക്കൾ അവിടെ ഉണ്ടാകണം, നമ്മുടെ മക്കൾ അവിടെ എത്തണം. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും നമ്മൾ സജീവമാക്കണം സഹോദരങ്ങളെ. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു ഒരുക്കം നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് മുൻകൂട്ടി തന്നെ ഒന്ന് ഒരുക്കി കൊടുക്കുക. ഇതെല്ലാ മറ്റു ചിന്തകളൊക്കെ ഒഴിവാക്കിയിട്ട് മക്കളുടെ നന്മയെ മുന്നിൽ കണ്ടുകൊണ്ട് സഹോദരങ്ങളെ ഇത്തരം നന്മയുടെ വഴിയിലേക്ക് മക്കളെ കൈപിടിച്ചുയർത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരു സുപ്രധാനമായ കാര്യം ഉണർത്താനുള്ളത്, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ പള്ളിയിൽ നടക്കുന്ന കലക്ഷൻ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലുള്ള ആര്യനാടെന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു പള്ളിക്ക് വേണ്ടിയുള്ള കലക്ഷനാണ്. നമ്മുടെ നാടുകളിൽ മലപ്പുറം ജില്ല, അതേപോലെ കോഴിക്കോട് ജില്ലകളിലൊക്കെ ഒരുപാട് തൗഹീദിൻ്റെ ശബ്ദമുയരുന്ന പള്ളികളുണ്ട്. തിരുവനന്തപുരം പോലെയുള്ള ജില്ലകളിൽ വളരെ വിരളമാണ്. നമ്മൾ തൃശ്ശൂരങ്ങട് വിട്ടാൽ വളരെ കുറവാണ്. തൗഹീദിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവിടെ. ഏറ്റവും നല്ല ദഅവത്ത് നമ്മൾ ഏറ്റവും ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ട പ്രദേശങ്ങളാണ്. അതുകൊണ്ട് അത്തരം പ്രദേശങ്ങളിൽ ഒരു പള്ളി വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ സ്വപ്നങ്ങളാണ്. അതും അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച സുന്നത്തനുസരിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു മസ്ജിദ്, അത്തരം ഒരു പള്ളിയും അതുപോലുള്ള കേന്ദ്രങ്ങളൊക്കെ അവിടെ രൂപപ്പെട്ടു വരിക എന്നുള്ളത് അതൊക്കെ നമ്മുടെ സ്വപ്നങ്ങളാണ്. നമ്മുടെ നാടുകളിൽ സഹോദരങ്ങളെ പള്ളികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, തൗഹീദിൻ്റെ ശബ്ദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. വലിയൊരു
ഉത്തരവാദിത്വം ആ നാട്ടുകാർ ഏറ്റെടുത്തിരിക്കുകയാണ്. അവരുടെ ദഅവത്തിൽ അവരുടെ ദൗത്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ അവർ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെയുള്ള ആളുകളെ സംബന്ധിച്ച് കൃത്യമായി അറിയുന്നൊരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ. ആ നിലക്ക് എനിക്ക് പറയാൻ പറ്റും, ഈ ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് തികച്ചും നമ്മൾ കൊടുക്കണം. വീട്ടിൽ ചെന്ന് ആലോചിച്ചൊരു വിഹിതം എത്തിക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും ഹൈറതാണ്. പള്ളി ബക്കറ്റിൽ ഒരു 100 റുപ്യ ഇട്ട് ഫോണിനേക്കാളും നല്ലത് പെരീച്ചെന്നൊന്ന് കൂടിയാലോചിച്ചൊന്ന് വട്ടത്തിൽ ഇരുന്നിട്ട് ഒരു 1000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചിടത്ത് എനിക്കൊരു 5000 റുപ്യ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ സഹോദരങ്ങളെ ഹൈറ്. ഇവിടെ നോക്കി, ഒരു മുസല്ലക്ക് ഇത്ര എന്നുണ്ട്. ഒരു മുസല്ല, ആ സ്ഥലം വാങ്ങുമ്പോൾ ഒരു മുസല്ല വിരിക്കുന്നൊരു സ്ഥലം, അതിന് സ്ക്വയർ ഫീറ്റ് കണക്ക് അല്ലെങ്കിൽ ഒരു മുസല്ല കണക്ക്, ഒരു മുസല്ലക്ക് 16,000 രൂപയാണ് അവർ നിശ്ചയിച്ചിട്ടുള്ളത്. ആ സ്ഥലം ഒരാൾ നിസ്കരിച്ചാൽ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഹിതം. അവിടെ സുജൂദ് ചെയ്യുന്ന കാലത്തോളം ഞാൻ മരിച്ചുപോയാലും എൻ്റെ ഖബറിലേക്ക് അവിടെ നിസ്കാരം നടന്നുകൊണ്ടിരുന്നാൽ സദഖത്തുൻ ജാരിയയായി നിലനിൽക്കുന്ന സദഖയായി എൻ്റെ ഖബറിലേക്ക് അതിൻ്റെ വിഹിതം ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കും. ഒരു സ്ക്വയർ ഫീറ്റിന് 2000 രൂപയാണ്. സഹോദരങ്ങളെ, നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ഇതിൻ്റെ ഒരു പരമാവധി സംഖ്യ നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, നമ്മുടെ മക്കളുടെ പഠന കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിൽ റബ്ബിൻ്റെ മാർഗത്തിൽ ഒരു ഭവനം രൂപപ്പെടുത്താൻ, ഉണ്ടാക്കിയെടുക്കാൻ എനിക്കെന്ത് കൊടുക്കാൻ പറ്റി എന്നുള്ളൊരു ആത്മാർത്ഥമായ ചിന്ത അനിവാര്യമാണ്. നല്ലൊരു ദഅ്വ സ്ഥാപനത്തിന് തുടക്കം കുറിക്കുക, ആ നാട്ടിലുള്ള ആളുകൾക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥാപനത്തിന് തുടക്കം കുറിക്കുകയാണ് അവർ. പൂർണ്ണമായും പരിപൂർണമായും 100% സപ്പോർട്ട് ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ സഹോദരങ്ങളത് ആഖിറത്തിലേക്കുള്ള വലിയൊരു മുതൽക്കൂട്ടാണെന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. കഴിവനുസരിച്ച് എല്ലാവരും ഇതിനോട് സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, പരമാവധി അവർക്ക് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ നേരക്കാലത്ത് തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഇൻഷാ അല്ലാഹ് പ്രത്യേകം നിർദ്ദേശിച്ചതാണ് ഉളുഹിയ്യത്തിൻ്റെ കാര്യം. വളരെ കുറഞ്ഞ സമയങ്ങളാണ് ഇനി മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്ന ബലി പെരുന്നാളിലേക്ക്, ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ അത് ഓർമ്മപ്പെടുത്തണം. എന്തെന്ന് വെച്ചാൽ നമ്മൾ ആ സമയത്ത് എന്തായി ഏതായി എന്നറിയാൻ വെപ്രാളപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പോൾ നേരത്തെ തന്നെ ഒരു നിയ്യത്തും ഒരു പണം സ്വരൂപിക്കലൊക്കെ ഉണ്ടാവൽ നല്ലതാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഉളുഹിയ്യത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അത് എങ്ങനെയാണ് നടക്കുന്നതൊക്കെ കമ്മിറ്റിയുമായി ഒന്ന് കൂടിയാലോചിക്കണം. എന്നിട്ട് ഉളുഹിയ്യത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ ഇപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ, നല്ല നിയ്യത്തൊക്കെ ഉണ്ടാക്കിയെടുത്താൽ അത് അള്ളാൻ്റെ സഹായം നമുക്കുണ്ടാവും. പിന്നെ ഒരു ഷെയർ നമുക്ക് കൂടാമെന്നതായിരിക്കാം ചിന്തിച്ചിട്ടുണ്ടാവുക. നേരത്തെ കാലത്ത് തന്നെ അതിനൊരുങ്ങി പ്രാർത്ഥിച്ചാൽ ഒരു പക്ഷേ ഒരു ഉരുവിനെ തന്നെ കൊടുക്കാൻ ഒരു പക്ഷേ അള്ളാഹു നമ്മളെ സഹായിച്ചു എന്ന് വരും. ആ അർത്ഥത്തിൽ നമ്മൾ പ്രാർത്ഥിച്ച് നല്ല പ്ലാനുകളോടുകൂടി മുന്നോട്ട് ചലിക്കുക. മക്കളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. വരാനിരിക്കുന്ന സമ്മേളനത്തിലേക്ക് മക്കളെ കൊണ്ടുപോകണം എന്നൊരു നിയ്യത്തിലേക്ക് നമ്മൾ വരിക. അതുപോലെ തന്നെ മക്കളെ വാർത്തെടുക്കുന്നിടത്ത് നല്ല ശ്രദ്ധയും നല്ല ബോധവും ഉള്ള രക്ഷിതാക്കളായി മാറുക. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മക്കൾക്ക് മാതൃകയുള്ളവരാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം അനുസരിച്ചും ഉൾക്കൊണ്ടും ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും എല്ലാ പിഴവുകളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അസുഖം ബാധിച്ച് കിടക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഷിഫാ ഉൻ ആജിലിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. الله أكبر الله أكبر. أشهد أن لا